മമ്മൂക്ക പറഞ്ഞത് വർഷത്തിൽ ഒരു മലയാള സിനിമയെങ്കിലും ചെയ്തില്ലേ വീട്ടിൽ കയറണ്ടെന്ന്. മലയാള സിനിമല്ലോ, നീ ഇങ്ങനെ വർഷത്തിൽ ഒരു സിനിമ ചെയ്യാനാണ് നിന്റെ പ്ലാനെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റില്ല. കാരണം ഞങ്ങൾ ഈ പടം ചെയ്ത സമയത്തിനുള്ളിൽ ഒരു 4-5 സിനിമയൊക്കെ ചെയ്തതിനിടയിൽ എനിക്ക് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇതിപ്പോ ഏതാ ചെയ്യുന്നുണ്ട് മറ്റേ അത് കഴിഞ്ഞോ അങ്ങനെ ഞങ്ങളെല്ലാവരും. അപ്പൊ പിന്നെ തൊട്ടപ്പുറത്ത് മമ്മൂട്ടി കമ്പനി ഉണ്ടല്ലോ, അപ്പൊ ഞങ്ങളുടെ സൈഡിലുണ്ട് അതെ മമ്മൂട്ടി കമ്പനി ഒരു 3 സിനിമ ചെയ്തു ഓൾറെഡി, നമ്മൾ ഫസ്റ്റ് ഷെഡ്യൂൾ ആയിട്ടുള്ളൂ. ഈ പറയുന്ന പോലെ ഈ കുറേ നാള് സാധാരണ നോർമൽ ഒരു ഷൂട്ട് എന്ന് പറയുമ്പോൾ 50 days അല്ല മാക്സിമം ആ ഒരു ഡേ കഴിഞ്ഞ് സേഫ് ബാക്കി പരിപാടികൾ ചെയ്യുന്നു. പക്ഷെ ഇതിപ്പോ ഇത്രയും ഒരു പ്രോസസ് ചെയ്ത് പിന്നെ റിലീസിന് വരുമ്പോൾ അതിന്റെ ഒരു മസാ ഫീൽ ഡബിൾ പരിപാടിയല്ലേ. ഒരു സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു മെന്റൽ ഹെൽത്തിന് എനിക്ക് 3-4 പടങ്ങൾ ചെയ്യുന്നത് നല്ലത്. കാരണം ഇതിപ്പോ എല്ലാം കൂടി ഇപ്പൊ ഞാനും ഈ ഐശ്വര്യം നമ്മുടെ എല്ലാ എക്സും ഒരു ബാസ്കറ്റിലാണ്. ഇത് വർക്ക് ആയില്ലെങ്കിൽ എന്ത് ചെയ്യും? ഈ ഒരു വർഷം ചില സിനിമകൾ ഈവൻ ഇപ്പൊ നമ്മളൊരു സീതാരാമം കൊടുക്കുകയാണെങ്കിൽ അതൊരു 14 മാസം എടുത്താൽ പടം. അതിന്റെ ചില ഗ്യാപ്പിലൊക്കെയാണ് ഞാൻ ഈ ചുപ്പും ഗൺസും ഗുലാബ്സും ഒക്കെ ചെയ്തത്. പക്ഷെ എനിക്ക് കൊത്തയുടെ ഇതിന്റെ ലുക്കും ഒക്കെ വെച്ചിട്ട് നമുക്ക് വേറൊന്നും അങ്ങനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ എനിക്ക് അങ്ങനെ ഒരു വെറുതെ ഇത് ഈ വേറെ എന്തെങ്കിലും തുടങ്ങി വെച്ച് പിന്നെ അങ്ങനെ അത് മാനേജ് ചെയ്യാൻ ഇത്തിരി പാടാണ്. അതുകൊണ്ട് ഇത് മേക്കപ്പ് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ അടുപ്പിച്ച് കുറേ പടങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. മലയാളത്തിൽ തുടരെ കുറേ സിനിമകൾ പ്രതീക്ഷിക്കാമോ? ഉറപ്പായിട്ടും എനിക്ക് മലയാളം ചെയ്യണമെന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റി ആണ്. കാരണം ഞാൻ തുടങ്ങിയത് ഇവിടെയാണ്. എൻ്റെ എന്താ വേറെ എല്ലായിടത്തും എനിക്ക് ഇത്ര അക്സെപ്റ്റൻസ് ഉണ്ടെങ്കിലും ഞാൻ ശരിക്കും ബിലോങ് ചെയ്യുന്നത് ഇവിടെയാണ്. പക്ഷെ ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലെ നല്ല മെമ്മറബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ എൻജോയ് ചെയ്യുന്ന ഒരു ഇനി അങ്ങനത്തെയൊക്കെ സിനിമകൾ ചെയ്യണമെന്നാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. ഒബ്വിയസ്ലി നമ്മളിങ്ങനെ അഡാപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഇങ്ങനത്തെ പടങ്ങൾ എനിക്കിപ്പോൾ ഒരു ഗ്രീൻ ലൈറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് അതൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ അറ്റംപ്റ്റ് ചെയ്തുകൂടാ. അതാണ് ഇപ്പോഴത്തെ ഒരു തിങ്കിങ്. പക്ഷെ അതുകൊണ്ട് ചിലപ്പോൾ വീണ്ടും സമയം എടുക്കുമായിരിക്കും. ക്ഷമിക്കണം. എല്ലാവർക്കും വിളിക്കാം. അല്ല അത് എന്റെ വീട്ടിൽ വിളിക്കുന്ന പേരായിരുന്നു. ഞാൻ കോളേജിൽ വെച്ച് എനിക്ക് പരിപാടി മനസ്സിലായില്ലായിരുന്നു. അപ്പൊ ഐഷു ഇനി അത് ആ പേര് കിട്ടുന്നില്ല. ഐശ്വര്യ ലക്ഷ്മി കേട്ടോ, അത് കിട്ടുന്നില്ല. ലാസ്റ്റ് 2 അണ്ടർസ്കോറും ഒരു ഐഷുവും കിട്ടിയപ്പോഴാണ്. ഞങ്ങൾ എല്ലാവരും ഐശ്വര്യ ഞങ്ങള് ഫ്രണ്ട്സ് ആവുന്നതിന് മുമ്പും എന്തെങ്കിലും ഒരു ബോണ്ടിനൊക്കെ മുമ്പൊക്കെ തന്നെ ഈ ആദ്യം ഒരു ഐശ്വര്യം എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഷോർട്ടിനിടയ്ക്കൊക്കെ ഐശ്വര്യം കൂടെ വന്നു. എനിക്ക് അത്രയും പരിചയം ഇല്ല. ഓക്കെ ആണോ? എനിക്കത് മനസ്സിലാവാറില്ല. എല്ലാവരും ഐഷു തന്നെയാണ് വിളിക്കുന്നത്. ഈ ഫിലിമില് ഇപ്പൊ ഓൾറെഡി ആക്ഷൻ ഫിലിംസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഫിലിമിൽ എന്തെങ്കിലും ആക്ഷൻ യൂഷ്വൽ ആൻസർ പറയൂ. ഈ പടത്തിന്റെ എന്താണ് അസിസ്റ്റന്റ് സ്റ്റണ്ട് മാസ്റ്റർ ഐശ്വര്യ ലക്ഷ്മി. സത്യം ഞാൻ പറയാം, മിക്ക ഫൈറ്റ് സീക്വൻസിലും ഐശ്വര്യ അവിടെയൊക്കെ ഉണ്ടാവാറുണ്ട്, മോണിറ്ററിന് പുറകെ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഞങ്ങളുടെ ഫോമും ഞങ്ങളുടെ വീഴ്ചകളും അല്ലെങ്കിൽ ഈ പഞ്ച് ചിലതൊക്കെ എന്താ പറയാ ഈ മിസ് ഭയങ്കര ഒബ്വിയസ് ആണെങ്കിൽ ഐശ്വര്യ അത് ക്യാച്ച് ചെയ്യും. ഞങ്ങളത് പറഞ്ഞുതരും, എനിക്ക് ഒന്ന് കണ്ടു നോക്ക്, വേണമെങ്കിൽ ഒരു റീടേക്ക് പോകുന്നത് നല്ലതായിരിക്കും. പിന്നെ നിങ്ങൾ വീഴുമ്പോൾ ഇങ്ങനെയല്ല, ഇത് ഇങ്ങനെ വീണാൽ നമുക്കത് ബ്രേക്ക് ചെയ്യാൻ പറ്റും, അപ്പോൾ ഇഞ്ചുറി വരില്ല എന്നൊക്കെ. ഇതൊക്കെ ഞങ്ങളെ പഠിപ്പിച്ചത് മൊത്തം ഐശ്വര്യ എക്സ്പീരിയൻസിലൂടെ. കിങ് ഓഫ് കൊത്തയില്ല ഐശ്വര്യ ലക്ഷ്മിയാണ്. കൂടുതൽ വിവരങ്ങൾക്കായി സംഭവം വെളിപ്പെടുത്തിയത്. ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അല്ല പറഞ്ഞില്ല. ഇത് എന്താ, ഞാനൊന്നും ചെയ്തിട്ടില്ല, എനിക്കൊന്നും അറിയില്ല, ഞാനൊന്നും കണ്ടിട്ടില്ല. എന്താ അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. ഇത് എല്ലായിടത്തും പറഞ്ഞു. എന്റെ വിധി. ഈ ഒരു ഫിലിം കിങ് ഓഫ് കൊത്ത സെലക്ട് ചെയ്തത് ദുൽഖർ എന്ന നിർമ്മാതാവാണോ ദുൽഖർ എന്ന ആക്ടറാണോ? അങ്ങനെ രണ്ടും ഞാൻ വലിയ വ്യത്യാസം കാണാറുണ്ട്. ഞാൻ പ്രൊഡ്യൂസർ ആയ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരുപാട് നമ്മുടെ ഈ സിനിമകൾ ഇതുപോലെ പ്രൊഡക്ഷൻ സൈഡിൽ നിന്നുള്ള ഇഷ്യൂസ് കാരണം ചിലപ്പോൾ മേക്കിങ്ങിന് ഒരുപാട് ഡിലേസ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ റിലീസ് ചിലപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടില്ല, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ചിലപ്പോൾ എന്തെങ്കിലും ഓഫായിരിക്കും. അതുകൊണ്ടൊക്കെ ഞാൻ പ്രൊഡ്യൂസറായി ശരിക്കും പറഞ്ഞു. എനിക്കത് ഈ സിനിമയിലുള്ള വട്ടുകൊണ്ടും
അത് എത്രയും നമുക്ക് അതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഈ പറയുന്നത് നമ്മളിത് വായിച്ചിട്ട് മനസ്സിൽ കാണുന്ന സിനിമ എങ്ങനെ അച്ചീവ് ചെയ്യാൻ പറ്റും, അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു ആസ് എ പ്രൊഡ്യൂസർ എനിക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് എനിക്ക് ആദ്യം മുതലേ ആ ധാരണ ഉണ്ടാകും. ഞാനത് ഇപ്പോൾ അബിയുടെ ഒരു പടം ചെയ്യുകയാണെങ്കിൽ ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൊരു മനസ്സിലുണ്ടായിരുന്നു എനിക്കത്. പക്ഷേ ഇത് ഇത്രയും വലിയൊരു സിനിമയാവും ഞാനൊന്നും ആദ്യം വിചാരിച്ചില്ല. ഇതിൻ്റെ കൂടെ കൂടി ചേർത്തോട്ടെ, അത് ദുൽഖറിനെ പറഞ്ഞു കേട്ട ഒരു കാര്യമാണ്. അന്ന് വേണ്ടാന്ന് പറഞ്ഞവരും കളിയാക്കിയവരും ഒക്കെ ഇന്ന് എൻ്റെ ഡേറ്റിന്റെ പുറകെ നടക്കുന്നു. കോണ്ടെക്സ്റ്റ് അങ്ങനെയല്ല. എൻ്റെ അടുത്ത് ഇപ്പൊ ഇതിന്റെ എന്താ പറയാ ജോണർ ഇങ്ങനെ ഗാങ്സ്റ്റർ പടമാണ്, അങ്ങനെ ദുൽഖർ ആരെങ്കിലും ആരോടെങ്കിലും റിവെഞ്ച് എടുത്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ റിവെഞ്ച് എടുക്കുന്ന ഒരാളൊന്നുമില്ല. പക്ഷെ ചെറിയ റിഡംഷനൊക്കെ നമുക്ക് ഇങ്ങനെ തോന്നിയിട്ടുണ്ട്. നമ്മൾ ആദ്യം ചിലപ്പോൾ സ്ട്രഗിൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും രീതിയിലൊക്കെ നമുക്ക് ഒരു രീതിയിൽ ഒരു വാല്യൂ തരാം നമ്മൾ എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോഴോ സജഷൻ പറയുമ്പോഴോ എന്തെങ്കിലും. അല്ലാതെ ഒരുപാട് വേറെ ഇൻസൾട്ട്സ് ഉണ്ടായിരുന്നു. പക്ഷേ അത് അന്നൊരു രീതിയിലും എനിക്ക് അത് അക്നോളജ് ചെയ്തിട്ടില്ല. അപ്പോൾ പിന്നീട് ഇപ്പോൾ നമുക്കൊരു പടം ചെയ്യണം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പക്ഷേ അന്ന് തോന്നാത്ത വാല്യൂ ഇപ്പോൾ പെട്ടെന്ന് എങ്ങനെ തോന്നുന്നു. അപ്പോൾ എനിക്ക് അതെൻ്റെ ഒരു പേഴ്സണൽ ചെറിയ രീതിയിലൊരു റിഡംഷനാണ്. അല്ലെങ്കിൽ ദുൽഖറിനെ പോലെ ഒരു താരത്തിനും ഇങ്ങനെ ഒരു ഇൻസൾട്ട് ഉണ്ടായിട്ടുണ്ടെന്ന് പറയുമ്പോൾ അത് വിശ്വസനീയമാണോ ശരിക്കും ഇൻഡസ്ട്രിയിൽ? അല്ല, അതൊക്കെ ഉണ്ടാവും. അത് എനിക്ക് തോന്നുന്നു ഗൂഗിളിലാണെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും അല്ലേ. ആദ്യത്തെ പടങ്ങളിലൊക്കെ എനിക്ക് തോന്നുന്നു എസ്പെഷ്യലി നമ്മളിതുപോലെ ഇൻഡസ്ട്രിയിൽ നിന്നാണെങ്കിൽ അല്ലെങ്കിൽ ഫാമിലീസ് നിന്നാണെങ്കിൽ കുറച്ച് എക്സ്ട്രാ കിട്ടാറുണ്ട്. അറിയാവുന്ന പോലീസുകാരൻ 2 തല്ല് കൂടുതൽ തല്ല് എന്ന് പറയുന്ന പോലെ. പക്ഷെ നല്ലതാണ്. ഐ തിങ്ക് ഇറ്റ്സ് ഓക്കെ. എല്ലാവർക്കും ഇപ്പം ഇപ്പം എൻ്റെ കൂടെ ആരെങ്കിലും ഏത് ന്യൂ കമർ എൻ്റെ കൂടെ വർക്ക് ചെയ്യണമെങ്കിലും അവരെന്തെങ്കിലും രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അവരെന്തെങ്കിലും രീതിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവാറുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ റൈറ്റ് ഓഫ് പാസേജ് ആണ്. ഇത് ഏൺ ചെയ്തേ പറ്റൂ. അതിന് ഒരു പാത്തും നമുക്ക് ഈസി ആയിരിക്കില്ല, അത് ഏത് ജോലിയിലാണെങ്കിലും. പിന്നെ നമ്മൾ ആ സ്പേസും ആ ഒരു റെക്കഗ്നേഷനോ അല്ലെങ്കിൽ ഓഡിയൻസിൻ്റെ അടുത്തുനിന്നുള്ള ഒരു സ്വീകാര്യതയും ഇഷ്ടവും സ്നേഹമൊക്കെ നമ്മൾ ഏൺ ചെയ്യുന്നവരെ എല്ലാവരും നമ്മളിത് എക്സ്പീരിയൻസ് ചെയ്തേ പറ്റൂ. അത് വൈ മീ, എന്തുകൊണ്ട് എന്താ എന്നോട് മാത്രം ഇങ്ങനെ എന്നൊക്കെ ചിന്തിച്ചൊരു കാര്യമൊന്നുമില്ല. ഐ തിങ്ക് ആൻഡ് ഇറ്റ്സ് ഗുഡ്. ഇതൊക്കെ ക്യാരക്ടർ ഡിഫൈനിങ് ആണ്. നമ്മളിതൊക്കെ ശരിക്കും നിങ്ങൾ ആരെങ്കിലും വേണം പക്ഷേ ഈവൻ നിങ്ങളുടെയൊക്കെ വർക്കിലും അൺടിൽ യു ബിക്കെയിം ഒരു റെക്കഗ്നൈസ്ഡ് പ്രസൻറ്ററോ RJ, ഏറ്റവും ആദ്യം ഏതെങ്കിലും ഒരു ഓർഗനൈസേഷൻ ജോയിൻ ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇൻസൾട്ട് നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ടാവും. അതെ, എക്സാക്ട്ലി. പക്ഷെ അതൊക്കെ കൊണ്ട് തന്നെ അതുകൊണ്ട് ഞാൻ ഭാഷയ്ക്ക് ഞാൻ പോയി റിവെഞ്ച് എടുക്കുകയും ഞാൻ തിരിച്ച് വേറെ ആൾക്കാർ ആകുകയും അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷേ എന്തെങ്കിലും രീതിയിൽ നമുക്കൊരു ചെറിയൊരു ഇവിടെ ഞാനൊന്ന് ജയിച്ചു എന്ന് തോന്നുന്ന രീതിയിലൊരു ഇൻസൾട്ട് ആരും ചിലപ്പോൾ നമുക്കൊരു റെസ്പെക്ട് തരും. അത്രേ ഉള്ളൂ അത്.